الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരമപരിശുദ്ധനും ദയാലുവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ തഖ്വയോടുകൂടി ജീവിക്കുവാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അല്പമാസങ്ങൾക്ക് മുമ്പ് കുടുംബം ഒരു വൻ മരം, അത് കടപുഴക്കരുത് എന്ന വിഷയത്തിലും ദാമ്പത്യം മധുരമാണ് എന്ന വിഷയത്തിലും 2 ഖുതുബകൾ നിർവഹിച്ചിരുന്നു. ആവർത്തന വിരസതയുണ്ടാവാതിരിക്കാൻ ഞാൻ ആ ഭാഗം വീണ്ടും വിശദീകരിക്കുന്നില്ല. കുടുംബത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും പ്രാധാന്യവും മഹത്വവും ആവശ്യകതയും അതുപോലെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഊഷ്മളതയുമെല്ലാം ആ ഖുതുബകളിൽ ഞാൻ വിശദീകരിച്ചിരുന്നതാണ്. അത് കേൾക്കാത്തവരോ മനസ്സിലില്ലാത്തവരോ ആയ ആളുകൾ യൂട്യൂബിൽ നിന്നോ മറ്റോ ആ വിഷയം ഒന്നുകൂടി ഞാൻ ഇന്ന് പറയുന്ന വിഷയത്തിൻ്റെ ആമുഖമായി കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സാമൂഹ്യ ജീവിതത്തിൻ്റെ നട്ടെല്ലായ അന്നു നാം വിശദീകരിച്ചിട്ടുള്ള ആ കുടുംബ ജീവിതത്തെ തകർക്കാനാണ് ഇന്നത്തെ ന്യൂജൻ സമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഏതോ ലോകത്ത് കൂത്താടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നാം കാണുന്നത് ട്രെൻഡുകളും ഫാൻസുകളുമാണ്. അവർ ആഗ്രഹിക്കുന്നതും ആലോചിക്കുന്നതും എന്താണോ അത് ഒരു ആലോചന പോലുമില്ലാതെ നടപ്പിലാക്കുക എന്നതാണ് അവർ സ്വീകരിച്ചിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ക്ലോസറ്റിൻ്റെ രൂപത്തിൽ പാത്രമുണ്ടാക്കുകയും
വിസർജ്യത്തിൻ്റെ രൂപത്തിൽ പലഹാരമുണ്ടാക്കുകയും ചെയ്തുകൊണ്ട് അത് കഴിക്കുന്ന, അങ്ങനെയുള്ള ഒരു രീതി സ്വീകരിക്കുന്ന ആളുകളെ വരെ നമുക്ക് ഈ ഗണത്തിൽ കാണാവുന്നതാണ്. ലിബറലിസ്റ്റ് ചിന്താഗതിക്കാരും യുക്തിവാദികളും നിരീശ്വരവാദികളും LGBTQ എന്ന് പറയുന്ന പുതിയ ചിന്താഗതിക്കാരുമെല്ലാം നമ്മുടെ ഈ കുടുംബ സംവിധാനത്തെ തകർക്കുവാനാണ്, നശിപ്പിക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബം തകർത്ത് കഴിഞ്ഞാൽ അവർ തോന്നിയതുപോലെ അവരുടെ ആശയങ്ങളെയും ആഗ്രഹങ്ങളെയും നടപ്പിൽ വരുത്താം എന്നതാണ് അവർ ആ ശ്രമങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള ചിന്ത. അങ്ങനെ വന്നാൽ നിയന്ത്രണങ്ങളില്ലാത്ത, നിയമങ്ങളില്ലാത്ത, കടിഞ്ഞാണില്ലാത്ത ഒരു ജീവിതമായി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ പറയുന്നത് മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ തെരഞ്ഞെടുപ്പ്, എൻ്റെ ആഗ്രഹം എന്നാണ്. അതിൽ കൈകടത്തുവാനോ അതിലെ വല്ല നിർദ്ദേശങ്ങളും വെക്കുവാനോ അത് ഏതെങ്കിലും രൂപത്തിൽ എനിക്ക് എങ്ങനെയെങ്കിലും നിർബന്ധം ചെലുത്തുവാനോ ഒന്നുമുള്ള അധികാരം മറ്റാർക്കുമില്ല എന്ന രൂപത്തിലാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. സ്വന്തം മാതാപിതാക്കൾക്കോ അധ്യാപകന്മാർക്കോ പോലും ഇന്ന് വളർന്നു വരുന്ന തലമുറയെ, ഈ ന്യൂജൻ വൈബുകളെ ഉപദേശിക്കുവാനുള്ള അർഹതയില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ രക്ഷിതാക്കളായിരുന്നാലും പ്രായം ചെന്നവരായിരുന്നാലും അങ്ങനെ വല്ലവരെയും ഉപദേശിക്കുകയാണ് എങ്കിൽ അവർ തന്ത വൈബ് എന്നോ തള്ള വൈബ് എന്നോ പറഞ്ഞുകൊണ്ട് നമ്മെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്തിറങ്ങുകയാണ് ചെയ്യുക. നമുക്കറിയാം, ഒരു കോടതി വിധി കൗമാരപ്രായക്കാരനായ തൻ്റെ മകൻ്റെ ഫോണിൽ അശ്ലീലതകൾ ധാരാളമായി കണ്ടിട്ടുള്ള മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ ആ അശ്ലീലതകൾ ഡിലീറ്റ് ചെയ്യുകയാണ്. ആ വിഷയം പിന്നീട് കോടതിയിലെത്തി. കോടതി വിധി പറഞ്ഞത് ആ മകന് 22 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ്. ആരാണ് നൽകേണ്ടത്? മാതാപിതാക്കളാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. എന്തിനാണ് നൽകേണ്ടി വന്നത്? ഫോണിൽ കണ്ട അശ്ലീലതകൾ അത് ഡിലീറ്റ് ചെയ്തതിൻ്റെ പേരിലാണ്. പാശ്ചാത്യ ലോകത്ത് നടന്നിട്ടുള്ള ഒരു കോടതി വിധിയാണ് ഇതുപോലെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഖത്തീബാണ്. ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഒരു സാരിയുടുത്ത്, കാതിലോ ശരീരത്തിലോ ആഭരണങ്ങൾ ധരിച്ച്, ലിപ്സ്റ്റിക്കെല്ലാം പുരട്ടി, അതുപോലെ തന്നെ മറ്റുള്ള രൂപങ്ങളിൽ വസ്ത്രധാരണ ചെയ്ത് ഇവിടെ കയറിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്താണ് പറയുക? ഇയാൾ എന്തൊരാളാണ്? ഒരു ഖത്തീബായി മിമ്പറിൽ കയറുന്ന ഇയാൾ അതിൻ്റേതായ ഒരു കോലത്തിലും രൂപത്തിലും വരേണ്ടതല്ലേ എന്നല്ലേ സ്വാഭാവികമായും പറയുക. എന്നാൽ ലിബറലിസ്റ്റ് ചിന്താഗതി പ്രകാരം ഞാൻ എങ്ങനെ വന്നാലും, ഏത് രൂപത്തിലോ കോലത്തിലോ വന്നാലോ ഒരക്ഷരം പോലും ഉരിയാടാനുള്ള അവകാശം നിങ്ങൾക്കോ മറ്റാളുകൾക്കോ ഒന്നും തന്നെ ഇല്ല. കാരണം ഞാനാണ്. ഞാൻ എന്ത് സ്വീകരിക്കണം എന്നത് എൻ്റെ മാത്രം ചോയ്സാണ്. അത് തെരഞ്ഞെടുക്കുവാനുള്ള അധികാരവും അവകാശവും എനിക്കാണ്. അതുകൊണ്ട് ചോദ്യം ചെയ്യരുത് എന്ന കാഴ്ചപ്പാടാണ് ലിബറലിസ്റ്റ് ചിന്താഗതി എന്ന് പറയുന്നത്. ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിക്ക് ഒരു സുപ്രഭാതത്തിൽ തോന്നുകയാണ് ഞാനൊരു പെൺകുട്ടിയാണ് എന്ന്. പിറ്റേ ദിവസം അവൻ സ്കൂളുകളിലേക്ക് പോകുന്നത് ഒരു പെൺകുട്ടികൾ ധരിക്കുന്ന വേഷവിധാനങ്ങളോ ആ യൂണിഫോമോ സ്വീകരിച്ചുകൊണ്ടാണ്. അവൻ ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് പെൺകുട്ടികൾക്കിടയിൽ അവൻ ഇടപഴകുന്നുണ്ട്. ആ പെൺകുട്ടികൾക്കിടയിലൂടെ അവൻ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ആ സ്കൂളിൻ്റെ കോളേജിൻ്റെ ഹെഡ് മാസ്റ്റർക്കോ പ്രിൻസിപ്പളിനോ അതിൽ ഇടപെടുവാൻ യാതൊരവകാശവും ഇല്ലെന്ന്.
അതാണ് ലിബറലിസ്റ്റ് ചിന്താഗതി എന്ന് പറയുന്നത്. വേണമെങ്കിൽ സർവതന്ത്ര സ്വതന്ത്രവാദം എന്ന് നമുക്ക് പറയാം. ആരും നിയന്ത്രിക്കാനില്ലാത്ത, ആരും ചോദിക്കാനില്ലാത്ത ഒരു അവസ്ഥയിലൂടെ ജീവിക്കുക എന്നുള്ളത്. ഇങ്ങനെയൊരു അവസ്ഥ വന്നാൽ അത് കുടുംബത്തെയാണ് ഏറ്റവും കൂടുതലായി ബാധിക്കുക. കഴിഞ്ഞ ദിവസം മീഡിയകളിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് നാം ഓർക്കേണ്ടതാണ്. ഒരു ബസ്സിൽ ഒരു പെൺകുട്ടി യാത്ര ചെയ്യുകയാണ്. ആ പെൺകുട്ടിയുടെ കയ്യിൽ മദ്യക്കുപ്പിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ പെൺകുട്ടി മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പിലെത്തിയ സമയത്ത് ആ പെൺകുട്ടി തൻ്റെ ബാഗിൽ നിന്ന് ഒരു തട്ടമെടുത്ത് തലയിലേക്കിടുന്നു. ആ കുപ്പിയിൽ അല്പം ബാക്കിയുള്ളത് കണ്ടക്ടർക്ക് നൽകിക്കൊണ്ട് പറയുന്നു, കുടിച്ചോ, എൻജോയ് ചെയ്തോ എന്ന്. ഇതാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്. ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ന്യൂജൻ വൈബ് എന്ന് പറയുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളും ലഹരികളും ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് റോഡിൽ നൃത്തം ചെയ്യുന്നത് നാം നമ്മുടെ നാടുകളിൽ തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ നിന്ന് കണ്ടിട്ടുണ്ടാകും. ലഹരികൾ കടിമപ്പെടുന്നവരാണ് അവർ ഓരോരുത്തരും. അതുകൊണ്ട് അവരൊന്നും തന്നെ മനസ്സിലാക്കുന്നില്ല, ഞങ്ങളൊരു കുടുംബത്തിൽ പിറന്നവരാണ്, ഞങ്ങൾക്ക് മാതാപിതാക്കളുണ്ട്, അവർക്ക് അഭിമാനമുണ്ട്, അവർക്ക് അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്നതൊന്നും പുറത്തു വെച്ചുകൊണ്ട് എന്നിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ചിന്ത പോലും വളർന്നു വരുന്ന ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും കൗമാരപ്രായക്കാരും യുവാക്കളുമായിട്ടുള്ള ഈ ന്യൂജൻ വൈബിന്റെ മനസ്സുകളിലേക്ക് ഒരിക്കലും കടന്നു വരുന്നില്ല. അവിടെയാണ് ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. നിങ്ങൾ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടവും വരെ അറിയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഒരു ബോധം നമ്മുടെ വളർന്നു വരുന്ന തലമുറകളിലേക്ക് എത്തിക്കേണ്ടുന്നതിന്റെ ആവശ്യം ഇത്തരത്തിലുള്ള സാമൂഹ്യ ജീവിത രീതികൾ നാം കാണുമ്പോഴാണ്. അതുപോലെ ഖുർആൻ പറഞ്ഞു, വഹുവല്ലാഹു ഫിസ് സമാവാതി വഫിൽ അർള് യഅലമു സിർറക്കും വജഹ്റക്കും വയഅലമു മാ തക്സിബൂൻ. 6-ാം അധ്യായം 3-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, അല്ലാഹു ആകാശഭൂമികളിലുള്ള രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം അറിയുന്നവനാകുന്നു, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചും അവൻ അറിയുന്നു എന്ന്. അതുകൊണ്ട് ഇന്നത്തെ കുടുംബ സംവിധാനത്തെ ഏറ്റവും കൂടുതൽ ദോഷമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ലിബറലിസ്റ്റ് ചിന്താഗതി, യുക്തിവാദം, നിരീശ്വരവാദം എന്നൊക്കെ പറയുന്നത്. കേൾക്കുമ്പോഴും ആളുകൾ ക്ഷണിക്കുമ്പോഴും മധുരമുള്ളതായി, സൗകര്യമുള്ളതായി അത് തോന്നാമെങ്കിലും ഈ കുടുംബ സംവിധാനത്തെ തകർത്തുകൊണ്ട് മനുഷ്യരെ തോന്നിയ വഴികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആ ചിന്താഗതി ചെയ്യുന്നത്. അതുപോലെ കുടുംബരംഗത്തെ തകർക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ഈ സമൂഹത്തിലേക്ക് ഒളിച്ചു കടത്തപ്പെടുന്ന ഒരു വൈറസാണ്. അത്രയും മാരകമായ കൊറോണ വൈറസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെയുള്ള ഒരു വൈറസാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. ലിംഗവ്യത്യാസം ഇവിടെ ഏതെങ്കിലും കാര്യങ്ങളിൽ പ്രകടമായിട്ടുണ്ടാവേണ്ടതില്ല. ആ രൂപത്തിലുള്ള ചിന്താഗതികളുമായി കൊണ്ട് ആണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. ഒരു വേള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പോലും ഈ ലിംഗ സമത്വം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും ഉണ്ടായതും നമുക്ക് കാണാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരേ ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരിക്കുക, അങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞു. കേരളത്തിൽ അതിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും എതിർത്തതിൻ്റെ പേരിൽ അത് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കടലാസിൽ ഇപ്പോഴുമുണ്ട്. സൗകര്യപ്പെടുന്ന സമയങ്ങൾ എപ്പോഴാണോ അപ്പോൾ നടപ്പാക്കാൻ അതാതു കാലഘട്ടങ്ങളിൽ വരുന്ന ഏത് സർക്കാരുകളായിരുന്നാലും ഒരു പക്ഷേ തയ്യാറായി എന്നും വന്നേക്കും. അതുപോലെ തന്നെ സ്കൂളുകളിലും കോളേജുകളിലും ഹോസ്റ്റലുകളിലുമൊന്നും കോമൺ ബാത്റൂം മതി. ലേഡീസ് ഓൺലി അല്ലെങ്കിൽ ജെൻസ് ഓൺലി എന്ന് പറയുന്ന ബാത്റൂമുകൾ ആവശ്യമില്ല. അവിടെ സമത്വമാണ് ആവശ്യമായിട്ടുള്ളത്.
ഹോസ്റ്റലുകളിൽ ലേഡീസ് ഹോസ്റ്റൽ, ജെൻസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ് വേറെ തിരിക്കേണ്ടതില്ല, ഒന്ന് മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ചിന്താഗതിയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. അവിടെ ലിംഗസമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ, ലിംഗസമത്വം ഒരിക്കലും ഈ പ്രപഞ്ചത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. കാരണം പ്രകൃതി തന്നെ ഈ രണ്ട് ജെൻഡറുകളിലായിട്ടാണ് ലോകത്തിന്റെ ആരംഭം തൊട്ട് തന്നെ മനുഷ്യ സമൂഹത്തെ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സകലമാന ജീവജാലങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിത്തുൽ അർദ്, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സകല വസ്തുക്കളെയും ഇണകളായിട്ടാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. വമിൻ അൻഫുസിഹിം, അവരിലും അഥവാ മനുഷ്യരിലും അങ്ങനെ തന്നെയാണ്, ഇണകളാണ്. ആ സെക്സ്വൽ രംഗത്ത് രണ്ട് രൂപത്തിലുള്ള ജെൻഡറുകൾ, ആണും പെണ്ണുമായി കൊണ്ടുള്ള രണ്ട് ജെൻഡറുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജനിതക ഘടനയിൽ തന്നെ ഈ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലായിട്ടുണ്ട് എന്ന് നമ്മൾ പഠനങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരേ സ്പീഷീസിലെ തന്നെ ആൺ പെൺ ജീവികൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതിനെ സെക്ഷൽ ഡെമോർഫിസം എന്നാണ് പറയുന്നത് ശാസ്ത്രരംഗത്ത്. അതൊരു പഠന വിഷയം തന്നെയാണ്. അതുകൊണ്ട് പരസ്പരം അവർ ഓരോരുത്തരും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു പക്ഷേ വലിപ്പത്തിൻ്റെ, നിറത്തിൻ്റെ, അലങ്കാരത്തിൻ്റെ, സ്വഭാവത്തിൻ്റെ, പെരുമാറ്റത്തിൻ്റെ മേഖലകളിലെല്ലാം ആണും പെണ്ണും വ്യത്യസ്തമാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ തന്നെ ഈ പറഞ്ഞ ഒരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നതാണ്. എന്നിട്ടാണ് പറയുന്നത് ഇവിടെ ആണും പെണ്ണും എന്ന രണ്ട് പരിഗണന ആവശ്യമില്ല, അവർക്ക് ന്യൂട്രാലിറ്റി, ഒരേ അവസ്ഥ തന്നെ മതി, അതിന് വേറെ വ്യത്യസ്തമായ അവസ്ഥകൾ ആവർത്തിക്കാൻ പാടില്ല എന്ന ആ ആവശ്യങ്ങളുമായിക്കൊണ്ട് ആളുകൾ രംഗത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ ഇണയെ ആകർഷിക്കുവാൻ വേണ്ടി ജീവിവർഗങ്ങളിൽ കൂടുതൽ അലങ്കാരങ്ങൾ ഉണ്ടാകും എന്ന് ശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇണയെ ആകർഷിക്കുവാൻ വേണ്ടി ജീവിവർഗങ്ങളിൽ കൂടുതൽ അലങ്കാരങ്ങൾ, ഈ അലങ്കാരങ്ങളിൽപ്പെട്ടതാണ് പൂവൻ കോഴിയുടെ പൂവെന്ന് പറയുന്നത്. ആ പൂവൻ കോഴിയുടെ വാല് എന്ന് പറയുന്നത് അതൊക്കെ ഇണയെ ആകർഷിക്കുവാനുള്ളതാണ്. നമ്മുടെ വീടുകളിലൂടെ രാത്രിയിൽ ചില പ്രാണികൾ ഇങ്ങനെ സഞ്ചരിക്കും, നമുക്ക് കാണാം. ആ പ്രകാശം പരത്തുന്ന പ്രാണികൾ, അതിൻ്റെ ഇണയെ ആകർഷിക്കുകയാണ്. അത് പ്രകൃതിയിൽ തന്നെ അങ്ങനെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആൺമയിലുകൾ പീലി വിടർത്തുന്നുണ്ട്, പെൺമയിലുകൾ പീലി വിടർത്തുന്നില്ല. അത് പ്രകൃതിയിൽ തന്നെ അങ്ങനെ തന്നെയാണ്. ആൺസിംഹത്തിന്റെ ജട നമുക്ക് കാണാവുന്നതാണ്, എന്നാൽ പെൺസിംഹം അങ്ങനെയല്ല. ഈ പ്രപഞ്ചത്തിലെ ഖുർആൻ പറഞ്ഞതുപോലെ വമിൻ കുല്ലി ശൈഇൻ ഖലഖനാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചത്തിന്റെ സകലമാന ജീവജാലങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്, രണ്ട് ജെൻഡറുകളായിട്ടാണ്. ആ അവസ്ഥയിലാണ് ഇന്നത്തെ ന്യൂജൻ വൈബ് പറയുന്നത് ഇങ്ങനെയൊരു വ്യത്യാസമുണ്ടാവേണ്ടതില്ല, ഒന്നു തന്നെ മതി എന്ന പരിഗണന എല്ലാ രംഗങ്ങളിലും അങ്ങനെ തന്നെ മതി എന്ന് പറയുന്നത്. നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ ഇതുവരെ നീയല്ലേ പ്രസവിച്ചത്, ഇനി ഞാൻ പ്രസവിക്കാം എന്ന് നമ്മുടെ ഭാര്യയോട് നമ്മൾ പറയാറില്ല. കാരണം പ്രകൃതിയിൽ അതിന് ചില നിയമങ്ങളുണ്ട്. ആ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആ നിയമങ്ങളെപ്പോലെ തന്നെ അത് നടക്കുകയുള്ളൂ. ഇനി ആരെങ്കിലും അത് ഒന്നാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരു ആണിൻ്റെ വിഷയങ്ങളിൽ മാത്രം അല്ലെങ്കിൽ പെണ്ണിൻ്റെ വിഷയങ്ങളിൽ മാത്രം അതൊന്ന് ഒന്നാക്കിയെടുക്കാൻ സാധിക്കുമോ? അതുമില്ല. കാരണം ബുദ്ധിശക്തിയിൽ, ശാരീരിക കഴിവിൽ, ഐക്യുവിൽ എല്ലാം പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്ന മനുഷ്യർ. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതല്ലേ, താമരശ്ശേരിക്കടുത്ത് ഹേവൻ അൻവർ എന്ന് പറയുന്ന ആ 13 വയസ്സുകാരനായ ഒരു കുട്ടി ഗ്രാവിറ്റേഷൻ ഫിസിക്സിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് അമേരിക്കയിൽ ജോർജ് മൈസൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 10 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നേടി. ആ കുട്ടി നോക്കൂ നിങ്ങൾ, ഹേവൻ അൻവർ എന്ന് പറയുന്ന കുട്ടി 13 വയസ്സ്. ഇപ്പോ പഠിക്കുകയാണെങ്കിൽ 8ാം ക്ലാസ്സിൽ എത്തണം, 13 വയസ്സാണ്. എന്നാൽ ആ കുട്ടി 8ാം ക്ലാസ് വരെ, സ്കൂൾ വരെ പോയിട്ടില്ല. അന്ന് കൊറോണ കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് കുട്ടി പറയുന്നത് 2ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, 1ഉം 2ഉം.
അത് തന്നെ എപ്പോഴെങ്കിലേ പോയിട്ടുള്ളൂ. ആ കുട്ടിയാണ് അമേരിക്കയിലെ മൈസൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാവിറ്റേഷൻ ഫിസിക്സിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് 10 ലക്ഷം രൂപ സ്കോളർഷിപ്പ് വാങ്ങിയത്. ആ കുട്ടിയുടെ ബുദ്ധിയും നമ്മുടെ ബുദ്ധിയും ഇവിടെ കിടക്കുന്നു. അപ്പോൾ പുരുഷന്മാർക്കിടയിൽ തന്നെ പരസ്പരം എല്ലാവർക്കും ഒരു നിയമമോ ഒരു രൂപമോ ഉണ്ടാക്കാൻ നമ്മുടെ പ്രകൃതി അനുഭവിക്കുന്നില്ല. കാരണം പലരും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതയോടുകൂടി തന്നെയാണ് നമ്മളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയുണ്ടാക്കിയെടുക്കാൻ പ്രപഞ്ചത്തിൽ സാധിക്കുകയില്ല. ഇന്ന് ആധുനിക വൈബ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കുവാൻ വേണ്ടിയാണ്. അത് അങ്ങനെ നടപ്പിലാവുന്ന അവസ്ഥയനുസരിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ തകരുന്നത് നമ്മുടെ കുടുംബരംഗമായിരിക്കും. അത് തകർന്നാൽ സർവം തകരുന്ന അവസ്ഥയിലേക്കാണ് എത്തുക എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കുടുംബരംഗത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം മറ്റൊന്ന് ലൈംഗിക അരാജകത്വം എന്ന് പറയുന്നതാണ്. ആളുകൾ പറയുന്നത് ലിംഗ വ്യത്യാസങ്ങളില്ലാതെ ഏത് രൂപത്തിലും മാർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും അത് ലൈംഗിക ബന്ധത്തിലേർപ്പെടാം, ഉഭയകക്ഷി സമ്മതമുണ്ടായാൽ മതി. ഒരു പക്ഷേ മാതാവിനെയാകാം, പിതാവിന് മക്കളെയാകാം, ആരും തമ്മിലാകാം, അതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന അവസ്ഥയിലേക്കുള്ള ഒരു ലൈംഗിക അരാജകത്വം നമ്മുടെ നാട്ടുകളിലെല്ലാം പാശ്ചാത്യ നാടുകളിലുള്ള ആ പ്രവണതകൾ നാട്ടിലേക്കും കടന്നു വന്നിട്ടുണ്ട് എന്നതാണ് ശരി. ഈ അടുത്ത കാലത്ത് കൊറോണ കാലഘട്ടത്തിൽ ഒരു ഭരണാധികാരി അദ്ദേഹം തൻ്റെ വിവാഹ ആഘോഷം മാറ്റിവെക്കുകയുണ്ടായി. വിവാഹം ആഘോഷം മാറ്റിവെച്ചു. പക്ഷെ അയാളുടെ കയ്യിൽ അയാളുടെ തന്നെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള അഥവാ വർഷങ്ങൾക്ക് മുമ്പേ അവർ ഒന്നായി ജീവിക്കുകയാണ്. ഒരാഘോഷം, വിവാഹം നടന്നിട്ടില്ല, ഔദ്യോഗികമായ വിവാഹം നടന്നിട്ടില്ല, കുഞ്ഞയാളുടെ കയ്യിലുണ്ട്. ആ അവസ്ഥയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആർക്കും എപ്പോഴും എവിടെയും എങ്ങനെയും ബന്ധപ്പെടാം എന്ന ഒരു ലൈംഗിക അരാജകത്വം നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഉത്തരവാദികൾ കുടുംബത്തിലുണ്ടാകുമ്പോൾ അതൊരു പക്ഷേ പിതാവോ സഹോദരനോ അടുത്ത ബന്ധുക്കളോ ഒക്കെ ആയിരിക്കും അതിൻ്റെ ഉത്തരവാദികൾ എന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പത്രങ്ങൾ വായിച്ചാലും നമ്മുടെ ദൃശ്യ മീഡിയകൾ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നാട്ടിൽ വ്യാപകമായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിൻ്റെ ഉത്തരവാദികൾ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. എന്തുകൊണ്ട്? കുടുംബരംഗം ഈ ലൈംഗിക രംഗത്ത് ഇത്തരത്തിൽ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഇങ്ങനെ നാറുന്ന ഒരുപാട് കഥകളും നമുക്കറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വിവിധ സ്റ്റേറ്റുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ കുറിച്ച് പല വിധത്തിലുള്ള കഥകളും പല പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ആളുകളെ, ഈ സമൂഹത്തെ തിരുത്തേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? ഈ സമൂഹം നല്ല രൂപത്തിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കേണ്ടത് നമ്മളല്ലേ? ഖുർആൻ പറഞ്ഞത് വല്ലദീന തഖദൂ ദീനഹും ലഹ്വൻ വലഇബൻ വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു ആറാഫ് 51-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, ദീനിനെ കളിയും തമാശയുമായി സ്വീകരിച്ച ആളുകൾ, ആ ആളുകൾ ആ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ദുനിയാവിൽ വെച്ചുകൊണ്ട് എങ്ങനെ മറന്നോ അതുപോലെ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഞാൻ അവരെ മടക്കുകയാണ് ചെയ്യുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ഈ ലൈംഗിക അരാജകത്വം സമൂഹത്തിൽ നടമാടുന്ന ആ രംഗം അത് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ കുടുംബരംഗത്തെ തകർച്ചയിലേക്കാണ് അത് എത്തിക്കുക എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദാമ്പത്യ രംഗം തകരുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് നാം വായിച്ചത്, ഫ്രിഡ്ജ് നന്നാക്കാൻ വന്നിട്ടുള്ള ഒരു മനുഷ്യന്റെ കൂടെ 4 കുട്ടികളുള്ള ഒരു അമ്മ ഇറങ്ങിപ്പോയി എന്നാണ്. ഫ്രിഡ്ജ് നന്നാക്കാൻ വന്നിട്ടുള്ള ഒരു മനുഷ്യന്റെ കൂടെ 4 കുട്ടികളുള്ള ഒരു അമ്മ ഇറങ്ങിപ്പോയി എന്ന്. ഇങ്ങനെ ഒന്നും രണ്ടുമല്ല, ദിനം പ്രതി നാം ഒരുപാട് വാർത്തകൾ ഇതുപോലെയുള്ളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാമുകന്മാരോടൊപ്പം പോകാൻ വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ കടലിലെറിഞ്ഞ് ആ കായലിലെറിഞ്ഞ് കൊല്ലുന്ന ഒരുപാട് സ്ത്രീകളെ നാം കാണുന്നുണ്ട്. ഭർത്താവിന് വിഷം കൊടുത്ത് കൊല്ലുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. ഗൾഫ് നാടുകളിലും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം
ചോര നീരാക്കി അധ്വാനിക്കുന്ന ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ദാമ്പത്യ രംഗം തകരുന്ന കാഴ്ചകൾ ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹോളിവുഡൊക്കെ അവിടെ തകരാത്ത കുടുംബ ബന്ധങ്ങളില്ല, ദാമ്പത്യ ബന്ധങ്ങളില്ല എന്നാണ് പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ അതെല്ലാം ബാധിക്കുന്നത് നമ്മുടെ കുടുംബത്തെയാണ്. അപ്രകാരം തന്നെ പ്രണയ കൊലകൾ കൂടി വരുന്ന കാലഘട്ടമാണ്. പ്രണയം എന്ന് പറയുന്നത് ഇസ്ലാം മതം മാത്രമാണ് നിങ്ങൾ പ്രണയിക്കണം എന്ന് പറയുന്നത്. പ്രണയിക്കണം എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. എന്നാൽ എപ്പോഴാണ് പ്രണയം വേണ്ടത്? വിവാഹത്തിന് ശേഷമാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്നും 100 വയസ്സ് വരെ ജീവിക്കാൻ കഴിഞ്ഞാലും പുതുമണവാളനും മണവാട്ടിയുമായി ആ മനസ്സോടുകൂടി ജീവിക്കണം, പ്രണയിക്കണം എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. എന്നാൽ ഇന്ന് പ്രണയത്തിന്റെ പേരിൽ ഒരുപാട് വേണ്ടാത്തരങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2017-20 കാലഘട്ടങ്ങളിൽ 350 സ്ത്രീകൾക്ക് ജീവൻ നഷ്ടമായി എന്നാണ്. അവരെ കൊലപ്പെടുത്തി പ്രണയത്തിന്റെ പേരിൽ. കോളേജുകളിൽ സഹപാഠിയെ കഴുത്തറുത്തു കൊന്നു, കാമുകന്റെ വെടിയേറ്റു മരിച്ചു, പെട്രോൾ ഒഴിച്ചു കൊന്നു, ആസിഡ് ആക്രമണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വിഷയങ്ങളിലും കാണാവുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മേഖലകളിലെല്ലാം നഷ്ടപ്പെടുന്നത് നമ്മുടെ മനസ്സമാധാനമാണ്, തകരുന്നത് നമ്മുടെ കുടുംബമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം നാം അറിയേണ്ടതും പരിഹരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം തന്നെ ഈ സമൂഹത്തിന്റെ തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന വിധത്തിൽ നമ്മൾ ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്ത് സമൂഹത്തെ പടുത്തുയർത്തണമെങ്കിൽ, നല്ലതായ രൂപത്തിൽ നിലനിൽക്കണമെങ്കിൽ, കുടുംബ സംവിധാനം നിലനിൽക്കണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ബോധത്തോടുകൂടി ഓർത്ത് അവിടെ ധാർമ്മികവും സാംസ്കാരികവുമായ നിലകൾ പ്രയോഗവൽക്കരിച്ചാൽ മാത്രമേ സാധിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ഇസ്ലാമിനെയും സമൂഹത്തെയും മനസ്സിലാക്കിക്കൊണ്ട് പ്രയോഗവൽക്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വശുക്രം ബിനിഅമതി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഇന്ന് സമൂഹത്തിൽ കുടുംബരംഗത്ത്, സാമൂഹ്യ രംഗത്ത് കാണുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അത് വിശാലമായി ഇനിയും ഒരുപാട് ഭാഗങ്ങൾ പറയാനുണ്ടാകും. ഈ ഒരു അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ കുടുംബത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടുന്ന ഇസ്ലാമിക സംസ്കാരങ്ങളും ചര്യകളും പ്രവാചക ചര്യകളും എന്തൊക്കെയാണ് എന്നത് നാം മനസ്സിലാക്കണം. ഇൻഷാ അല്ലാ അടുത്ത ഖുതുബയിൽ നമുക്ക് അത് വിശദീകരിക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഇന്ന് രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം സെൽഫ് തുടർ പദ്ധതിയുടെ ഭാഗമായി അൻഫസ് നന്മണ്ട പള്ളിയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ്സിൽ എല്ലാവരും സംബന്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അൻഫസ് നന്മണ്ടയുടെ ക്ലാസ് എല്ലാവരും കേട്ടവരായിരിക്കും. നമ്മുടെ മനസ്സിലേക്ക് തറക്കുന്ന വിധത്തിൽ, മനസ്സിനോട് സംസാരിക്കുന്ന, സംവദിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് പരമാവധി ആളുകൾ, പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം ആ ക്ലാസ്സുകളിൽ സംബന്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിലെ കച്ചവടക്കാരായ 2 പേർ മരണപ്പെടുകയുണ്ടായി. അഷ്റഫ് പാലക്കുളം, ഇബ്രാഹിം എന്ന് പറയുന്ന 2 വ്യക്തികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്ക് അവർ ഉത്തരം നൽകിയിരിക്കുന്നു. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് സഹിക്കുവാനും താങ്ങുവാനുമുള്ള ശക്തി നൽകുകയും അവർക്ക് പകരമായി അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ മനസ്സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന വിധത്തിൽ ആ കുടുംബത്തെ സംവിധാനിക്കുവാനും ആ കുടുംബത്തിലൊരംഗമായി സന്തോഷത്തോടു കൂടി ജീവിക്കുവാനുമുള്ള തൗഫീഖ് പടച്ചവൻ
എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും നൽകുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം അവൻ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും സർവാധിനാഥനായ റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും നീ പൊറുത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്നതും മരണപ്പെട്ടു പോയതുമായ മാതാപിതാക്കളും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്കും നീ പൊറുത്ത് മാപ്പാക്കി കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ അനുഭവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദത്ത് ഉൾക്കൊള്ളുവാനും എപ്പോൾ മരണപ്പെട്ടാലും ആ ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.